ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ തുമ്പി ചാനൽ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ ഒരു കൊച്ചു പട്ടണം ബ്രിഗ്. അവിടെയുള്ള ഹോട്ടൽ യൂറോപ്പ് എന്ന ഹോട്ടലിന്റെ ബാൽക്കണിയിൽ നിന്ന് ആ നഗരത്തിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടോ. ബ്രിഗ് എന്ന് പറയുന്നത് ചെറിയൊരു മുനിസിപ്പാലിറ്റിയാണ്. സ്വിറ്റ്സർലൻഡിലെ ഇറ്റലിയോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു പട്ടണം. നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ആ പട്ടണം ചുറ്റും ചെറുതും വലുതുമായ മലനിരകളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അതിമനോഹരമായ ഒരു പട്ടണമാണ്. ആ ബ്രിഗിലെ കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. സോ വെൽക്കം ടു ട്രാവൽ തുമ്പി ചാനൽ വൺസ് അഗൈൻ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് മോൺട്രെക്സിൽ നിന്ന് ബ്രിഗിലെത്തി. ബ്രിഗിലെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. കിടിലൻ വ്യൂ ആണ് കേട്ടോ. 4th ഫ്ലോറിലാണ് ഞങ്ങൾ കിട്ടിയിരിക്കുന്നത്. നോക്കിയേ, റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ്. നമ്മുടെ ഈ റോബ് ബുക്ക് ചെയ്ത ഹോട്ടലൊക്കെ അടിപൊളിയായിരുന്നു. ഒരു 5 ഹോട്ടലാണ് റോബിനെ കൊണ്ട് ഞാൻ ബുക്ക് ചെയ്യിച്ചത്. യോങ്ഫ്രോ ടൂറിൻ്റെ കമ്പനിക്കാരനാണ്. ബ്രിഗ് സെൻട്രൽ സ്റ്റേഷന്റെ തൊട്ട് ചേർന്നിട്ടാണ് ഞങ്ങളുടെ ഹോട്ടലുള്ളത്. അതുകൊണ്ട് മോൺട്രോയിൽ നിന്നുള്ള യാത്രയിൽ ഞങ്ങൾക്ക് വളരെയധികം കൺവീനിയൻ്റ് ആയിരുന്നു. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നു വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, യോങ്ഫ്രോ ടൂർസ് ബുക്ക് ചെയ്യുന്ന ഹോട്ടൽസൊക്കെ വളരെ കൺവീനിയൻ്റ് ആണ്. തേജുവിന് കിടക്കാനായിട്ട് ചെറിയൊരു ബെഡൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി സ്ട്രീറ്റ് കേട്ടോ ബ്രിഗിലെ. സിറ്റി സെൻറ്ററിലേക്ക് നടക്കുകയാണ്. എന്ത് രസമാണെന്ന് അറിയാമോ ഈ സ്ട്രീറ്റ് കാണാൻ. നല്ല കുറേ കടകളൊക്കെ ഉണ്ട്, കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. നല്ല വൃത്തിയാണ്, അതാണ് ഏറ്റവും ഹൈലൈറ്റ്. അങ്ങനെ ഞങ്ങൾ നേരെ ഓൾഡ് ടൗണിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ സ്വിറ്റ്സർലൻഡിലെ മറ്റു നഗരങ്ങൾ, അതായത് സ്യൂറിക്ക്, ബേൺ, ലുസേൺ, ഇതൊക്കെ ഒരു തിരക്ക് പിടിച്ച നഗരങ്ങളാണല്ലോ. പക്ഷേ ഇവിടെ കണ്ടില്ലേ, അത്ര വലിയ തിരക്കൊന്നുമില്ല. നല്ല വൃത്തിയുള്ള റോഡുകളാണ്, കല്ലുകളൊക്കെ വിരിച്ച്, നല്ല ഉരുളൻ കല്ലുകളൊക്കെ ഇങ്ങനെ വിരിച്ചിട്ട് രണ്ട് സൈഡിലായിട്ടൊക്കെ ഒത്തിരി നിരവധി കടകളും റെസ്റ്റോറൻറ്റ്സൊക്കെ ഉള്ള തെരുവുകളാണ് കേട്ടത്. അപ്പോൾ ഇവിടെയൊക്കെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ വെയിലാറി വരുന്നു, അതുകൊണ്ട് കുറച്ചും കൂടി ഒരു ആസ്വാദികരമാണ് നമ്മുടെ നടപ്പ്. ശരിക്കും ഈ ബ്രിഗ് എന്ന് പറഞ്ഞ സ്ഥലം ആൽപൈൻ പര്യവേഷണങ്ങൾക്ക് വേണ്ടി ആൾക്കാർ വന്നിട്ട് ഈ നഗരത്തിലൊക്കെയാണ് താമസിക്കുന്നത്. അതായത് ആൽപ്സ്, ശരിക്കും സ്വിറ്റ്സർലൻഡിലെ ആൽപ്സ് തുടങ്ങുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇവിടെ നിന്നാണ് ശരിക്കും മറ്റുള്ള ഈ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സെർമറ്റ് അല്ലെങ്കിൽ മോൺട്രോ തുടങ്ങിയ നഗരങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടേക്കൊക്കെ പോകുന്നത് ഈ ഒരു നഗരത്തിൽ നിന്നാണ്. നഗരത്തിലെ ഏതൊരു ഭാഗത്തൂടെ നടന്നാലും വൃത്തി, അത് ഹൈലൈറ്റ് ആണ് ഇവിടുത്തെ. എവിടെ ചെന്നാലും ഒരു അഴുക്കിൻ്റെ ഒരു അംശം പോലും കാണില്ല. അതുമാത്രമല്ല, ഓരോ മൂലയിൽ ചെല്ലുമ്പോഴും നിരവധി പൂന്തോട്ടങ്ങളൊക്കെയാണ്. പൂന്തോട്ടം എന്ന് വെച്ചാൽ ശരിക്കുള്ള ഗാർഡൻ അല്ല, പൂക്കളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പല പല മോഡലിലൊക്കെ അറേഞ്ച് ചെയ്ത് നിരവധി നിറത്തിലുള്ള പൂക്കളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതൊക്കെ. അതുപോലെ ആ ഓരോ കോർണറിലും റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ബിയർ ഗാർഡൻസ് ഉണ്ടാവും. നമുക്ക് അവിടെ കസേരയൊക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇട്ട് വൈകുന്നേരങ്ങൾ ഇങ്ങനെ ആസ്വദിക്കാനായിട്ട് ഒരു ബിയറൊക്കെ നുണഞ്ഞ് എന്ത് രസമായിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഞാനെപ്പോഴും ഈ ഇങ്ങനെയുള്ള സിറ്റികൾ കാണാൻ പോകുമ്പോൾ ഈ ഒരു ബിയർ ഗാർഡനിലൊക്കെ ഇരുന്നിട്ട് സമയം ചിലവഴിക്കാറുണ്ട്. അങ്ങനെ ഇതൊക്കെ കണ്ടിരിക്കുമ്പോൾ ഒരു കൗതുകരമായിട്ടൊരു കാഴ്ച കണ്ടു. ഈ ബ്രിഗ് ടൗണിൽ തന്നെ അതിൻ്റെ ഒരു ഐക്കോണിക് ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു മഞ്ഞ ഒരു സംഭവം. എന്താന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ ഈ അർബാന പോലത്തെ, അതായത് നമ്മുടെ നാട്ടിൽ സിമെൻറ്റും ഇഷ്ടികയും കല്ലൊക്കെ ചുമക്കാൻ വേണ്ടി നമ്മൾ ഒരു വണ്ടി ഉന്തി നടക്കുമല്ലോ, അതിൻ്റെ മോഡലാണ്. പക്ഷെ അത് നല്ല വലുപ്പത്തിലാണ് കേട്ടോ. അതിനകത്ത് പൂക്കളൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അലങ്കരിച്ചേക്കാണ്. നമ്മൾ ഇവിടെ വളരെ എന്താ പറയുക, ഒരു സാധാരണക്കാരൻ്റെ വാഹനമായിട്ട് കാണുന്ന, അല്ലെങ്കിൽ ഒരു തൊഴിലാളിയുടെ വാഹനമായിട്ട് കാണുന്ന ആ ഒരു അർബാനയിൽ ഇങ്ങനെ ഒരു കാര്യം സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു രസകരമായ കാര്യം തന്നെയാണ് അല്ലേ. ഓൾഡ് ടൗണിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഏകദേശം ഉച്ച കഴിഞ്ഞു. അപ്പോൾ സൂര്യൻ തേജും തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ എനിക്ക് അങ്ങനെ വിശ്രമിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ എന്തായാലും വന്നിട്ട് ഇനി എന്തെല്ലാം കാഴ്ചകളുണ്ടെന്ന് അങ്ങനെ അന്വേഷിച്ച് നടക്കലാണ് എൻ്റെ പണി. ഞാൻ എന്ത് ചെയ്തു, ഒറ്റയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹോട്ടലിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് റെയിൽവേ സ്റ്റേഷനുള്ളത്. അപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് ഇവിടെ അടുത്തൊരു ശരിക്കും വിൻ്റർ സ്റ്റേഷനാണ്, എന്നാലും ഒരു എല്ലാവരും പോകുന്ന, അല്ലെങ്കിൽ സമ്മർ സമയത്ത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന കാഴ്ചകളുള്ള ഒരു പർവ്വത മേഖലയുണ്ട്. അത് ബെറ്റ്മർ ആൽപ്സ് എന്നാണ് അതിനറിയപ്പെടുന്നത്. അങ്ങനെ ആ
സ്ഥലത്തേക്കുള്ള പോക്കാണ് കാണുന്നത്. ഒരു കേബിൾ കാറിൽ കയറിയിട്ടാണ് ഞാൻ പോകുന്നത്. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് കേബിൾ കാറിൽ കയറി അങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാഴ്ചകളാണ് ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാവുന്നത്. വലൈറ്റ്സ് കാന്റൺ താഴ്വരയിൽ നിന്ന് നമ്മൾ ഈ കേബിൾ കാർ യാത്ര വഴി എത്തുന്നത് അതിമനോഹരമായ ഒരു വില്ലേജിലിട്ടാണ് കേട്ടോ. ഒരു മാന്ത്രിക ലോകത്ത് എത്തിയ പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തൊരു ഭംഗിയാണെന്നറിയാമോ ആ ഒരു ഗ്രാമം കാണാനായിട്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2000 മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു വിന്റർ ഡെസ്റ്റിനേഷനാണ്, പക്ഷേ സമ്മർ സമയത്ത് വേറൊരു ഭംഗിയാണ്. നിറയെ പൂക്കളും ചെടികളൊക്കെ ആയിട്ട് നല്ല മനോഹരമായൊരു ഗ്രാമം. അപ്പോൾ ഇവിടെ വേറെ വാഹനങ്ങളൊന്നുമില്ല. ഇതൊരു വാഹനരഹിത വില്ലേജ് എന്ന് വേണമെങ്കിൽ പറയാം. ബെറ്റ്മറാബ്സ് വില്ലേജ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഒരു ഹെറിറ്റേജ് വില്ലേജ് പോലെയാണ് ഇതിനെ പരീക്ഷിക്കുന്നത്. ഒന്നും നോക്കിയില്ല, ഇറങ്ങി നടക്കാൻ തുടങ്ങി. നടപ്പൊക്കെ നമുക്കൊരു വിഷയമേ അല്ല. അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളും അതുപോലെ കാലാവസ്ഥയാണെങ്കിലോ തികച്ചും അനുയോജ്യമാണ്. ആ ഗ്രാമത്തിലെ ഓരോ വീടുകളും ആ ചെറിയ ചെറിയ നടവഴികളും കല്ലുവിരിച്ച റോഡുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ട് അതിലൂടെ നടന്ന് ഇങ്ങനെ ഓരോ കാഴ്ചയും കണ്ട് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ കലണ്ടറിലും അല്ലെങ്കിൽ പോസ്റ്റ് കാർഡിലൊക്കെ കാണില്ലേ നല്ല സീനറി, എനിക്ക് ശരിക്കും അതുപോലെയൊക്കെ തോന്നിയത്. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഓരോ കോർണറിലും മലയുടെ പശ്ചാത്തലമായിട്ടുള്ള ആ പുൽമേടുകളെ കാണുമ്പോൾ അങ്ങനെ തോന്നി. ഒരു തിരക്കില്ലാത്തൊരു നഗരം. ആകെ ബ്രിഗിൽ തന്നെ 13,000 പേരാണ് താമസിക്കുന്നത്. അതിൽ ഒരു 400-500 പേരായിരിക്കും ചിലപ്പോൾ ഈ ഒരു ബെറ്റ്മറാബ്സ് വില്ലേജിൽ താമസിക്കുന്നത്. അതുകൊണ്ടാണ് വീടുകളുടെയൊക്കെ ചുറ്റും നമുക്ക് ആളുകളെ കാണുന്നേ ഇല്ല. മരം കൊണ്ടുള്ള സ്വിസ് സ്റ്റൈലിലുള്ള വീടുകളുണ്ടല്ലോ, അത് ഒത്തിരി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ആളുകൾ ഇവിടെ വരുന്നത് ഈ ബെറ്റ്മറാബ്സ് വില്ലേജ് ഹെറിറ്റേജ് വില്ലേജ് ടൂറിസം എന്നുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത്. പക്ഷെ ഇവിടെയുള്ള ആളുകളെ കാണുന്നില്ല എന്ന് മാത്രം. ഇടയ്ക്കൊക്കെ 1-2 വണ്ടികളൊക്കെ പോയാലായി. ഇതൊരു വിന്റർ സ്റ്റേഷനാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ സഞ്ചാരികൾ ഈ സമ്മറിൽ എത്തുന്നത് പ്രധാനമായിട്ടും ഈ ഒരു വില്ലേജ് സന്ദർശിക്കാനും അതുകൂടാതെ ഈ ബെറ്റ്മറാബ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടോപ്പിലേക്ക് വേറെ ഒരു സ്റ്റേഷനും കൂടിയുണ്ട്. അത് ബെറ്റ്മറോഫ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ നല്ല മനോഹരമായൊരു ഗ്ലേഷ്യർ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് എൻ്റെ ലക്ഷ്യം. പക്ഷേ ആ ലക്ഷ്യത്തിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല. കാരണം സുന്ദരമായ കാഴ്ചകളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഈ ഇത്രയും നല്ലൊരു വ്യൂ ഒക്കെ കണ്ടിട്ട് നമുക്ക് എങ്ങനെയാണ് അത് ക്യാമറയിലേക്കാണ്ട് നമുക്ക് പോകാൻ പറ്റുന്നത്. പക്ഷെ എനിക്കൊരു മടത്തരം പറ്റി. അതെന്താണെന്നുള്ള ഞാൻ പറയാം. കേബിൾ കാർ സ്റ്റേഷനിലേക്ക് എത്തേണ്ട ബെറ്റ്മറോഫ് സുന്ദരമായ കാഴ്ചകളൊക്കെ ക്യാമറയിലാക്കി അതൊക്കെ കണ്ട് രസിച്ച് അങ്ങനെ ഞാൻ ബെറ്റ്മറോഫ് സ്റ്റേഷന് മുന്നിലെത്തി. ഈ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് മക്കളെ അറിഞ്ഞത് ഇവിടെ നിന്നുള്ള ആ ലാസ്റ്റ് കേബിൾ കാർ സർവീസ് അവസാനിച്ചിരിക്കുന്നു. 4:30 അത് തീരും. കാരണം ഇനി തിരിച്ചു വരുന്ന കേബിൾ കാറുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അത്രയും സമയം 1 മണിക്കൂർ 1.5 മണിക്കൂറായിട്ട് വേണം അവിടെ എത്താനായിട്ട്. അപ്പം നമ്മൾക്ക് ഇനി ഇന്നത്തെ ദിവസം എന്തായാലും നടക്കില്ല. വളരെ സങ്കടകരമായിട്ട് എനിക്ക് തോന്നി. ആ ഏറ്റവും ടോപ്പിലുള്ള കാഴ്ചയൊക്കെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതിനു പകരം അങ്ങോട്ട് പോകുന്ന ആ കേബിൾ കാറൊക്കെ നോക്കി നിന്ന് നിർവൃതി അടഞ്ഞു, അത്ര തന്നെ. എന്നാലും ഞാൻ വിടാൻ ഒരുക്കമല്ല. എന്തായാലും ഇവിടെ വന്നതാണ്. നമുക്ക് വേറെ കാഴ്ചകൾ ഉണ്ടാവുമല്ലോ. സ്വിറ്റ്സർലൻഡ് അല്ലേ, എവിടെ നോക്കിയാലും അതിമനോഹരമായ കാഴ്ചകളല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ അവിടെ ഒരു വലിയൊരു ലേക്കൊക്കെ ഉണ്ട്, ആ ലേക്കിൻ്റെ ഭാഗത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ഇതാണ് ആ ലേക്ക് സൈഡ്. ഇവിടെ എത്തിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. സ്വിറ്റ്സർലൻഡിലെ ശരിക്കും സമയപ്പെടുത്താവുന്ന, നമ്മുടെ നാടുമായിട്ട് സമയപ്പെടുത്താവുന്ന ചില സ്ഥലങ്ങളുണ്ട്. അതായത് മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങിയ സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പോൾ അവിടെയുള്ള സ്ഥലത്തെ പോലെയാണ് എനിക്ക് തോന്നിയത്. കുറച്ചും കൂടി വൃത്തിയുണ്ടെന്ന് മാത്രം. ആ നമ്മുടെ മൂന്നാറും എക്കോ പോയിൻ്റൊക്കെ ഒന്നുകൂടിയൊക്കെ ഒന്ന് നല്ല ഭംഗിയിലൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ആക്കാൻ പറ്റിയിരിക്കും. ഞാൻ വീണ്ടും ഗ്രാമക്കാഴ്ചകളിലേക്ക് മടങ്ങി. ആൽപ്സിൽ നിന്നുള്ള മഞ്ഞുരുകി വരുന്ന വെള്ളം ചെറിയ ചെറിയ അരുവികളായിട്ട് ഈ ഗ്രാമത്തിലൂടെയൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ചിലപ്പോൾ ഈ നാട്ടുകാരുടെ വെള്ളത്തിൻ്റെ സ്രോതസ് ചിലപ്പോൾ ഇതായിരിക്കാം. അത്രയ്ക്ക് ശുദ്ധമായ വെള്ളമാണ്. ഞാൻ ഇൻ്റർലേക്കിൽ വെച്ച് പറഞ്ഞിരുന്നില്ലേ, ഇവിടെ നമുക്ക് കടയിൽ നിന്ന് വെള്ളം വാങ്ങിക്കേണ്ട കാര്യമില്ല. ഈ വെള്ളം അത്രയ്ക്ക് ശുദ്ധമാണ്. അതുകൊണ്ട് നമ്മളുടെ പോലെയുള്ള പബ്ലിക് ടാപ്പ് സിസ്റ്റം ഇവിടെ എല്ലായിടത്തും കാണാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കുടിക്കാം, അല്ലെങ്കിൽ കുപ്പിയിലൊക്കെ ശേഖരിച്ചുകൊണ്ട് പോകാം. അങ്ങനെ നടക്കുന്ന വഴിക്ക് ഈ ബ്രിഗിൻ്റെ അല്ലെങ്കിൽ ഈ ബെറ്റ്മറാബ്സിൻ്റെ ഒരു ഐക്കോണിക് സിമ്പിളായിട്ടുള്ള ഒരു ചെറിയൊരു കൗതുകരമായിട്ടൊരു നിർമ്മിതി, അതിലൂടെ ഇങ്ങനെ ക്യാമറ കൊണ്ടുപോകുമ്പോൾ പ്രത്യേക രസമായിരുന്നു. അത് ഗ്രാമീണ കാഴ്ചകളൊക്കെ അതിൽ നിന്ന് നോക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ചെല്ലുമ്പോഴാണ് ഒരു 2-3 വീടുകൾ ഞാൻ കണ്ടു. അപ്പോൾ ആ വീടുകളുടെ അടുത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ ആളുകളൊന്നും കാണുന്നില്ല. പക്ഷേ അതിൻ്റെ ബാക്കിൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എങ്ങനെ ഈ വീട്ടുകാരോട് സമ്മതമില്ലാണ്ട് നമുക്ക് എങ്ങനെ അവിടെ പോകാൻ പറ്റും? അങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാൻ പതുക്കെ ആ വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടന്നു.
ചെന്ന് നോക്കുമ്പോൾ ആഹാ, അതിസുന്ദരമായ പർവ്വതനിരയും താഴ്വരയൊക്കെ ഇങ്ങനെ കാണുമ്പോണ്ടല്ല, ഈ ബെറ്റ്മറാൽപ്സ് വന്നത് വെറുതെ ആയില്ലെന്ന് തന്നെ ശരിക്കും തോന്നിപ്പോയി. ബെറ്റ്മറാൽപ്സിന്റെ അതിമനോഹരമായ കാഴ്ചകളാണിത്. ഇവിടെ എന്തായാലും ശരിക്കും ബ്രിഗ് അത്ര ടൂറിസ്റ്റ് പ്ലേസ് അല്ലെങ്കിലും ഈ ഒരു സംഭവം കിടുവാണ്ടോ. കൊള്ളാം, നല്ലൊരു കിടിലൻ ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടത്. അതിസുന്ദരമായ ഓർമ്മകൾ സമ്മാനിച്ച ഒരു യാത്ര തന്നെയാണ് ബെറ്റ്മറാൽപ്സിലേക്കുള്ള ഈ യാത്ര. ആ യാത്ര ഇതാ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി ഞാൻ നേരെ തിരിച്ച് വലേസ് താഴ്വരയിലേക്ക് പോവുകയാണ്. അവിടേക്കുള്ള കേബിൾ കാറിലിരിക്കുകയാണ് ഇപ്പോൾ. ആ പോകുന്ന വഴിക്കും ആ മലമുകളിലുള്ള കാഴ്ചയും താഴ്വരയുടെ കാഴ്ചയൊക്കെ എനിക്ക് ഇവിടെ നിന്ന് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഒറ്റയ്ക്കാണ് നടന്നതെങ്കിലും ഒട്ടും ബോറടിച്ചില്ല. കാരണം ഒത്തിരി നടന്നു, പക്ഷെ നമ്മളതൊന്നും അറിയുന്നില്ല. സുന്ദരമായ കാഴ്ചകളാണ് എവിടെയും. ഇനി തിരിച്ച് ബസ് സ്റ്റേഷനിൽ ചെല്ലണം. അവിടെ നിന്നാണ് എനിക്ക് ബ്രിഗിലേക്കുള്ള മെയിൻ സ്റ്റേഷനിലേക്കുള്ള ട്രെയിൻ. ഞാൻ ആ ട്രെയിനിൻ്റെ ടൈമൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബെറ്റ്മറാൽപ്സിൻ്റെ നല്ല വർണ്ണ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ തിരിച്ച് റൂമിലെത്തി. ഈ സമയം കൊണ്ട് സൂര്യൻ തേജിയൊക്കെ ഒന്ന് ക്ഷീണമൊക്കെ മാറ്റി അവർ റെഡിയായിരുന്നു. ഞങ്ങൾ ബ്രിഗിലെ ടൗണിലെ കാഴ്ചകൾ കാണാൻ ഇറങ്ങിയാണ്. അപ്പോൾ കല്ലുവിരിച്ച വഴികളിലൂടെ നടന്ന് ആ ടൗൺ സെൻറ്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നല്ല മനോഹരമായ ഒരു കാസിൽ ഉണ്ടെന്ന് അറിഞ്ഞു. 17-ാം നൂറ്റാണ്ടിൽ കാസ്പർ സ്റ്റോക്കൽപ്പർ നിർമ്മിച്ച ഒരു മനോഹരമായ കൊട്ടാരം. ആ കൊട്ടാരം കാണാനാണ് നമ്മളിനി പോകുന്നത്. ബ്രിഗിൻ്റെ ഹൃദയഭാഗത്താണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 17-ാം നൂറ്റാണ്ടിൽ സ്വിറ്റ്സർലൻഡിൽ അന്ന് ജീവിച്ചിരുന്ന ഒരു ധനികനായ വ്യാപാരി, കാസ്പർ സ്റ്റോക്കൽപ്പർ എന്നാണ് പേര്. അദ്ദേഹം പ്രധാനമായിട്ടും ഈ മൈനിങ് വ്യവസായത്തിലാണ് ഏർപ്പെട്ടിരുന്നത്. അദ്ദേഹം നിർമ്മിച്ച കൊട്ടാരമാണിത്. ഈ കൊട്ടാരത്തിന് സ്വർണം പൂശിയ 3 താഴികക്കുടങ്ങളുണ്ട്. ശരിക്കും അതുതന്നെയാണ് ഈ കാസ്പറിൻ്റെ സമ്പത്ത് പ്രതിഫലിപ്പിക്കുന്നത്. അതിൻ്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ നമുക്ക് നടക്കാനും അതുപോലെ കുട്ടികൾക്കൊക്കെ ഓടിക്കളിക്കാനുള്ള നല്ല പുൽമേടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ ഞങ്ങളിങ്ങനെ നടന്നു. തേജു ഇങ്ങനെ വളരെ ഫ്രീ ആയിട്ട് അവിടെയൊക്കെ ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഗാർഡനിൽ ഞങ്ങൾ കുറച്ച് സമയം കൂടി ചെലവഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പതുക്കെ കാസിൽ നിന്ന് ഇറങ്ങി. ഇനി തിരിച്ച് ഹോട്ടലിലേക്ക് കയറണം. അങ്ങനെ ബ്രിഗിലെ കാഴ്ചകളോടെ ഞങ്ങളുടെ സ്വിറ്റ്സർലൻഡിലെ മനോഹരമായ ദിനങ്ങൾ, സ്വിറ്റ്സർലൻഡിൽ മാത്രമല്ല ഇറ്റലി, സ്വിറ്റ്സർലൻഡ്, ലിച്ചൻസ്റ്റൈൻ തുടങ്ങിയ 3 രാജ്യങ്ങളിലെ 11 ദിവസം നീണ്ട യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് നാളെ ഇറ്റലിയിലോട്ട് മടങ്ങണം. ഇറ്റലിയിൽ നിന്നാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ബ്രിഗ് നഗരം വളരെ ശാന്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ രാത്രിയാണ് ഈ കാണുന്നത് കേട്ടോ. എന്നാലും അരണ്ട വെളിച്ചമുണ്ട്. ട്രെയിനുകളൊക്കെ ഇപ്പോഴും നഗരത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നാളെ ഇറ്റലിയിലെ മിലാനിലേക്ക് ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് ബസ് സർവീസ് ഉള്ളത്. അടുത്ത ദിവസം ഇതാ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറിയിരിക്കുന്നു. ഇനി ഈ ഓർമ്മകൾ സൂക്ഷിച്ചുകൊണ്ട് കൊച്ചിയിലേക്ക്. ബൈ.